അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജീവിതത്തെക്കുറിച്ചാണ്. അപ്പോൾ ജീവിതം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലേ ജീവിതത്തെക്കുറിച്ചിട്ട്. ചില ആൾക്കാർ വിചാരിക്കും എനിക്ക് കുട്ടി, ഫാമിലി, കുട്ടികൾ, ഹസ്ബൻഡ് അവരൊക്കെ നോക്കിയിരുന്നാൽ മതി എന്ന് വിചാരിക്കും. ചില ആൾക്കാർ വിചാരിക്കും എനിക്ക് കരിയറിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവണം, ഞാൻ ഒരുപാട് പഠിച്ചതാണ്, അപ്പോൾ എനിക്ക് ആ ഒരു ഇതിൽ തന്നെ വ്യക്തമായിട്ടുള്ള പല പ്ലാനിങ്സും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികളായിരിക്കും. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇത് നമ്മളുടെ ചോയ്സാണ്. ഏത് വേണം എന്നുള്ളത്, ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അവസാനത്തെ ഒരു ഉദ്ദേശം എന്നുള്ളത്. അപ്പോൾ ഏതിലാണ് നിങ്ങൾ ഹാപ്പിനെസ് കണ്ടെത്തുന്നത് എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് മാത്രമാണ്. ഇപ്പം നല്ല ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവരെ അവർക്ക് മറ്റു ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി സൗണ്ടാണ്, ആരും ഡിപ്പെൻഡ് ചെയ്യുക ഉണ്ടാകുന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ജോലിക്കൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. നമ്മൾ എന്തിനാണ് ജീവിതത്തിൽ ഒരുപാട് റഷ് അല്ലെങ്കിൽ ഭയങ്കര ബിസി ഒക്കെ ആവുന്നത്? എപ്പോഴും ബിസി ആയിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ്സായിട്ട് ഫീൽ ചെയ്യും അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ അത് വേണ്ടാന്നല്ല, ഓവർ ബിസി ആവാതിരിക്കാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കുറച്ച് ലൈഫൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് ആ ലൈഫിൻ്റെ ബ്യൂട്ടിയൊക്കെ നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ കഴിയണം. അല്ലാതെ നമ്മൾ എങ്ങനെ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂടി എന്തിന് ഏതിന് എന്നില്ലാതെ പറയുമ്പം നമ്മൾ പറയാം നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ കരിയറിന് വേണ്ടിയിട്ടാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും. നമുക്ക് പല പല റീസൺസ് ഉണ്ടാവും അതിനെ പറ്റിയിട്ട് ജസ്റ്റിഫൈ ചെയ്യാൻ ഇങ്ങനെ ബിസി ആയിരിക്കുമ്പോൾ. പക്ഷേ എന്നാലും ആഫ്റ്റർ ഓൾ നമ്മൾ ഹാപ്പിനെസ് എന്നുള്ളതാണ് നമ്മളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം. അപ്പോൾ അത് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഓടുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ തോന്നുമല്ലേ നമ്മളെ ജീവിതം ഒന്ന് ശരിക്കും ഒന്ന് ഉഷാറാക്കണം, അല്ലെങ്കിൽ ഒന്ന് അടുക്കും ചീട്ടയൊക്കെ വരുത്തണം, ഇങ്ങനെ പോയാൽ പോരാ എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് നമുക്കൊരു കഴിവുണ്ട്, നമ്മളുടെ ഉള്ളിലൊരു കഴിവുണ്ട്, അതിനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഒരു പല ലിമിറ്റിംഗ് ബിലീഫ്സ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് അതിന് കഴിയില്ല, ഇതിന് കഴിയില്ല എന്നുള്ള ആ തോന്നൽ നമുക്ക് വരുത്തുന്നത്. അപ്പോൾ അത് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം ലിമിറ്റിംഗ് ബിലീഫ്സൊക്കെ ഒഴിവാക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ സ്വയം നമ്മളിൽ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് താനെ നമ്മളുടെ മുന്നിലേക്ക് എത്തും. അത് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ആദ്യം നമ്മൾ അതിന് റെഡി ആയിരിക്കണം. എന്നെക്കൊണ്ട് ഇപ്പോൾ വളരെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു നോർമലായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സാധാരണ ഒരു വീട്ടമ്മ, അവർക്ക് ഒരു 3 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ കുട്ടികളൊക്കെ ആയി ബിസിയായി ലൈഫ് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒരു പോയിന്റിലെത്തിയപ്പോൾ അവർ വിചാരിക്കുകയാണ് ഞാൻ ഒരുപാട് പഠിച്ചതാണല്ലോ, എൻ്റെ PG പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ്, പിന്നെ ഇപ്പം ഞാൻ എന്തിനാ ഇങ്ങനെ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യലി എന്തെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനോടോ ഒക്കെ അല്ലെങ്കിൽ ആരോടെങ്കിലും വേണ്ടപ്പെട്ടവരോടൊക്കെ ചോദിക്കണം എൻ്റെ ആവശ്യങ്ങൾക്ക്. അങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ അവർക്ക് തന്നെ ഒരു മടുപ്പ് വരും അല്ലേ ജീവിതത്തിൽ, എന്തിനാ ഞാൻ ഇങ്ങനെ പോകണമെന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് വരും അല്ലേ. എപ്പോഴും നമ്മളുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾ പറയാതെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ നമുക്ക് നടത്തി തരികയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ എന്നിരുന്നാലും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരങ്ങനെ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അവർ വിചാരിക്കേണ്ടത് ഇനി എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നുള്ളതല്ല, ഞാൻ റീസ്റ്റാർട്ട് ചെയ്യും. എനിക്ക് പണ്ട് ഞാനിതൊക്കെ പഠിച്ച ആളാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീണ്ടും എൻ്റെ ലൈഫ് അതിനേക്കാൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള വിശ്വാസം ആദ്യം ഉള്ളിലുണ്ടാവണം. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യാൻ കഴിയും അതിന് എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ വെറുതെ ചിന്തിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ആക്ഷൻസ് എടുക്കണം. ആ ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അത് ഒറ്റയടിക്ക് ഇപ്പം ഒരു സ്റ്റെപ്പിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ആ ഒരു ലെവലിലേക്ക് എത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകളും എടുത്തിട്ടാണ് ഏറ്റവും മേലെ എത്തുക. അപ്പം അതുപോലെ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് എത്താൻ ചെറിയ ചെറിയ ടാസ്കുകളാക്കി അതിനെ മാറ്റി
മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക, എന്തിലാണ് നിങ്ങൾക്ക് ആ ഒരു പുരോഗതി വേണ്ടത് എന്നുള്ളത് ആലോചിക്കുക. അതിപ്പോൾ എന്താണെങ്കിലും, ഇനിയിപ്പോൾ സപ്പോസ് ഒരു വീട്ടിലത്തെ ഒരു ഹോം മേക്കറാണെന്ന് വിചാരിക്കുക. ആ ഹോം മേക്കറിന് അവരുടെ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് അച്ചടക്കത്തോടു കൂടി കൊണ്ടുപോകണം, അങ്ങനെയും ചിന്തിക്കാമല്ലോ. അല്ലാതെ വെറും നമുക്ക് കരിയറും ഇത് മാത്രമൊന്നുമല്ല ഹയസ്റ്റ് പോയിന്റിൽ കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുക. ജീവിതം തന്നെ ഒന്ന് ചിട്ടയാക്കി എടുക്കണം എന്നുള്ള ഒരു ചിന്ത ചില സമയത്ത് നമ്മളുടെ ഉള്ളിലുണ്ടാവും. ചിലപ്പോൾ അത് നമ്മളുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈലായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളെ നോക്കുന്ന കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ വീട് മൊത്തത്തിൽ ഒന്ന് ഓർഗനൈസ്ഡ് ആക്കണം എന്നുള്ള കാര്യത്തിലായിരിക്കാം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഇതൊക്കെ ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട് അല്ലേ. നമ്മുടെ ലൈഫിനെ മൊത്തത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിനെ പ്രോപ്പർ ആക്കുമ്പോഴാണ് നമുക്ക് ആ വലിയ വലിയ ഒരു ബെനിഫിറ്റ് നമുക്ക് ലൈഫിൽ കിട്ടുക. ഓൾ ടുഗദർ ഇറ്റ് ഗീവ്സ് എ ബിഗ് സെൻസ് ടു ദ ലൈഫ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറയണമെങ്കിൽ ആദ്യം നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. എന്താണ് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ? അപ്പോൾ ഹെൽത്തിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും? നിങ്ങൾ ജിമ്മിൽ പോകണം, നല്ല ഫുഡ് കഴിക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ സ്വയം നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കരിയർ മെച്ചപ്പെടുത്തണം എന്നാണെന്നുണ്ടെങ്കിൽ ഏത് കോഴ്സാണ് അതിന് ഉപകാരപ്പെടുന്നത് എന്ന് നോക്കിയിട്ട് അതിന് പിന്നെ അതൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിൽ ജോയിൻ ചെയ്യുക, എന്നിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ അങ്ങനെ പിന്നെ എന്താ പറയുക, എന്താണ് വേണ്ടത് എന്ന് സ്വയം മനസ്സിലാക്കുക, എന്നിട്ട് ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. ആ ഒരു കാര്യം ഭയങ്കര നമുക്ക് നമ്മളിൽ തന്നെ നിക്ഷേപിക്കാൻ കഴിയണം. അപ്പോഴാണ് അത് നോളജ്, ഇപ്പോൾ നമ്മളുടെ അറിവ് കൂട്ടുക എന്നുള്ളത് ഒരു കോഴ്സ് മാത്രമല്ല. ഒരു നല്ലൊരു വ്യക്തിയായിട്ടിരിക്കാനും നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ട് മാറാനും ഒക്കെ നമുക്ക് അറിവ് വേണം അല്ലേ. അപ്പോൾ കുറേ ബുക്സുകൾ വായിക്കാം. ബുക്സാണ് ഏറ്റവും നല്ല, കാരണം പല പല ജനറേഷൻസിലായിട്ട് നമുക്ക് കിട്ടി വരുന്ന അറിവുകളാണ് ബുക്സിൽ കൂടി. പക്ഷേ ഏത് ബുക്ക് സെലക്ട് ചെയ്യണം എന്നുള്ളത് നമ്മളുടെ ചോയ്സാണ്. അപ്പോൾ അതും കൂടി മനസ്സിൽ വെച്ചിട്ട് നല്ല നല്ല ബുക്സുകളൊക്കെ വായിച്ച് നല്ല അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് തോന്നുമ്പോൾ ഇത് ഒരു ഗുണം എന്താ ഇപ്പോൾ ഇതിലൊക്കെ വായിച്ചിട്ട് എന്താണെന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ജനറേഷൻ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ കുട്ടികളാവട്ടെ ഒക്കെ. അപ്പോൾ ആ കുട്ടികളെയൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും നല്ല നല്ല അറിവുകളിൽ കൂടി അവർക്കും അത് പകർന്നു കൊടുക്കാനും ഒക്കെ നമുക്ക് കഴിയും. അപ്പം ബുക്സ് എന്ന് പറഞ്ഞത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. നമുക്ക് നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് അറിവ് എന്നുള്ളത്. അപ്പം ഒരുപാട് ബുക്സ് നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ വായിക്കാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓഡിയോ ബുക്സ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണല്ലേ. നിങ്ങൾ അതൊക്കെ പ്ലേ ചെയ്തിട്ട് ഒരു ടാർഗറ്റ് വെക്കുക, ഈ മന്തിൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ വായിച്ച് തീർക്കും, അല്ലെങ്കിൽ ഇത്രയും വായിക്കും. അപ്പോൾ അത് ഭയങ്കരമായിട്ടൊരു ചേഞ്ച് നിങ്ങളിൽ ഉണ്ടാക്കും. അതുപോലെ തന്നെ സമയം കൂടുതൽ കിട്ടുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറാണുള്ളത് ജീവിതത്തിൽ. പക്ഷേ അത് നമ്മളെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ നമ്മളെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള ഒരു ഇതിലിരിക്കും. നമ്മളെങ്ങനെയാണ് ആ ഒരു സമയത്തിന് വാല്യൂ കൊടുക്കണം എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും പല കാര്യങ്ങളും അല്ലേ. ഇപ്പോൾ വെറുതെ ഒരു ദിവസം അങ്ങോട്ട് കളഞ്ഞെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ദിവസം നമുക്ക് നഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടുത്താതെ പിന്നെ അതിനൊക്കെ ചിട്ടയായിട്ടുള്ള സമയം അത് എപ്പോഴും നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക സമയത്തിനെ. അതായത് ഇപ്പോൾ കുറച്ച് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സമയം കിട്ടും അല്ലേ. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള മോർണിംഗ്സ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് നമ്മളുടെ മൈൻഡിനും അതേപോലെ ബോഡിക്കും ഒക്കെ ഫ്രഷ്നെസ് തരുന്ന ഒരു കാര്യമാണ്. ആ സമയത്തുള്ള പ്രാർത്ഥനകൾ അതൊക്കെ ഭയങ്കര ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ടൈം അധികം കിട്ടണം എന്നുള്ള ആൾക്കാർ, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണെന്നെങ്കിൽ നിങ്ങൾ എന്തായാലും രാവിലെ എണീക്കാൻ നോക്കുക, നേരത്തെ ബി ഗ്രേറ്റ്ഫുൾ അല്ലേ. നമുക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് നമ്മൾ എപ്പോഴും ജീവിതത്തോട് നന്ദി കാണിക്കണം. നമുക്ക് ഇപ്പോൾ ലോകത്ത് നടക്കുന്ന പല പല പ്രശ്നങ്ങളും നമുക്കറിയാം. അപ്പോൾ അതിലൊന്നും നമ്മൾ പെട്ടുപോയില്ലല്ലോ, അതൊന്ന് ചിന്തിച്ചാൽ മതി. ഒന്നുമില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഡേ ഉണരുമ്പോൾ നമുക്ക് ശ്വാസം വലിക്കാൻ കഴിയുന്നുണ്ട്. അതിന് വലിയൊരു കാര്യമല്ലേ. അങ്ങനെ ബുദ്ധിമുട്ടുന്ന എത്ര ആൾക്കാരുണ്ട്, അസുഖങ്ങളായിട്ടും
അല്ലാത്തതായിട്ടും. ഇനിയിപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളോ പ്രശ്നങ്ങളോ കാണുമെന്നിരിക്കട്ടെ, ഫിസിക്കലി ആൻഡ് മെൻ്റലി, ഫിനാൻഷ്യലി, ഏത് ഇഷ്യൂസ്, എന്ത് പ്രശ്നമായി ആവട്ടെ, അതിൻ്റെ സൊല്യൂഷൻസിനെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അത് എങ്ങനെ നമുക്ക് അതിനെ മറികടക്കാം എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇങ്ങനത്തെ അപ്പോൾ നിങ്ങൾക്കൊരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊക്കെ ചിന്തിക്കണം. ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്യേണ്ട കാര്യമാണ്. വിശ്വാസം, ദൈവവിശ്വാസം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇതിങ്ങനെ രാവിലെ എണീക്കുന്നത്, രാത്രിയാകുമ്പോൾ കിടന്ന് ഉറങ്ങണം, അങ്ങനെ ആ ദിവസം കഴിഞ്ഞ് അങ്ങനെ ദിവസങ്ങളാണെങ്കിൽ ഇങ്ങനെ ഓടിപ്പോവാണ്. അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് ജീവിതം എന്ന് ചിലർക്ക് തോന്നും, അല്ലെ? ഇങ്ങനെ കിടന്ന് ഓടലാണ് ജീവിതം എന്ന് തോന്നും, കുറേ സ്ട്രെസ് അനുഭവിക്കലാണ് ജീവിതം. പക്ഷേ ശരിക്കും അതൊക്കെ തന്നെയാണോ ജീവിതം? ഇപ്പോൾ പല മഹാന്മാർ, തത്വചിന്തകന്മാർ, ഫിലോസഫേഴ്സ്, അവരൊക്കെ കാലങ്ങളോളം എടുത്തിട്ട് പല ചിന്തിച്ച് കൂട്ടിയിട്ട് പല വേർഡ്സും ഇതിന് എന്താ പറയുക കോയിൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ലൈക്ക് എക്സിസ്റ്റൻഷ്യലിസം, അബ്സേർഡിസം, ടീലിയോളജി, നിഹിലിസം എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ചില ആൾക്കാർ പറയും എന്താ പറയുക, ജീവിതത്തിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, അങ്ങനെ ജനിച്ചു പോയില്ലേ, ഇനി അങ്ങനെ അങ്ങോട്ട് ജീവിക്കുക എന്നുള്ളത് പറയും. പക്ഷെ ചില ആൾക്കാർ പറയും, ഇതൊക്കെ ചില പേഴ്സ്പെക്റ്റീവ്സാണ് കേട്ടോ, ചില ഫിലോസഫേഴ്സിൻ്റെ പേഴ്സ്പെക്റ്റീവ്സാണ്. ഒരു പേർപ്പസ് ജീവിതത്തിൽ എന്തായാലും ഉണ്ടായിരിക്കണം, എന്നാലാണ് നമുക്ക് ജീവിതത്തിന് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് ചില ഫിലോസഫേഴ്സ് പറയും. അതുപോലെ ചില ഫിലോസഫേഴ്സ് പറയും, നമ്മൾ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളത് നമുക്ക് അതിന് ഒരു നിയോഗമായിട്ടാണ്, നമുക്കൊരു പേർപ്പസ് ഉണ്ട് ജീവിതത്തിൽ ചെയ്യാൻ, അത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ നമ്മളെ ജനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനത്തെ ഈ പെർസ്പെക്റ്റീവ്സ് വെച്ചിട്ട് ഫിലോസഫേഴ്സ് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങൾ. അതേപോലെ നിഹിലിസം എന്നൊക്കെ പറയുമ്പോൾ, അബ്സേർഡിസം എന്നൊക്കെ പറയുമ്പോൾ അത് ഒന്നുമില്ല, ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ഫ്ലോയിങ് വാട്ടർ, എങ്ങനെയാണ് പോകണം അതിനനുസരിച്ച് അങ്ങോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പല വാല്യൂസ് അവിടെ ഇല്ലാതാവും. പിന്നെ ഇനിയിപ്പം വാല്യൂസ് ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ റിലീജിയനും പല മതങ്ങളും എല്ലാം കൂടി ചേരുമ്പോഴാണ് നമുക്ക് ലൈഫിന് പല വാല്യൂസും മോറൽ സൈഡ്സ് എന്നൊക്കെ നമ്മളിപ്പം വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ജീവിതത്തിന് നമ്മളൊരർത്ഥം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം ചിന്തിച്ചേ മതിയോ, അല്ലേ? എന്നിട്ട് നമ്മൾ ആലോചിക്കുക, ശരിക്ക് എന്താണ് എൻ്റെ ഞാൻ ജനിച്ച് വളർന്ന് എനിക്ക് ഒരു വ്യക്തിത്വമുണ്ട്. ആ ഒരു വ്യക്തിത്വത്തിൽ എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടിട്ടുള്ള ആ ഒരു ചിന്ത എന്നുള്ളത്, വിശ്വാസം എന്ന് പറയുന്നതൊന്നും അങ്ങനെ അത്തരം പ്രത്യേകിച്ച് വിശ്വാസങ്ങളോ മതങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കൺസെപ്റ്റാണോ, അതോ ഒരു പിന്നെ ശക്തി ഉണ്ട് ഈ ലോകത്ത്, അപ്പോൾ അതാണ് നമ്മളെങ്ങനെ ഡ്രാഗ് ചെയ്യുന്നത്, അതിനനുസരിച്ചാണ് നമ്മളെ ജീവിതം മുന്നോട്ട് പോകുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാനെന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക. എന്നിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ പിന്നെ ഒരു പവറുണ്ടോ, ഒരു പിന്നെ വലിയൊരു സൂപ്പർ പവർ, അത് അങ്ങനെ ഒരു ശക്തി ഉണ്ടോ, അതൊക്കെ ഒന്ന് നന്നായിട്ട് നമ്മളെന്നെ സ്വയം ഒന്ന് നമ്മളെക്കുറിച്ച് വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. ബയോളജിക്കലി, ഫിസിക്കലി, മെൻ്റലി ഒക്കെ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നെഗറ്റീവ്സ്, പോസിറ്റീവ്സ് എന്നൊക്കെ പറയണ ആ മോറൽ സൈഡും വാല്യൂസും ഒക്കെ നമുക്ക് മനസ്സിലാവുക, അല്ലേ? അപ്പോൾ ആ മോറൽ സൈഡും വാല്യൂസും ചിലത് നമ്മൾ നെഗറ്റീവ് എന്ന് പറയുന്നത് മറ്റു ചിലർക്ക് നെഗറ്റീവ് ആയിരിക്കില്ല, ചില പോസിറ്റീവ് എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് നെഗറ്റീവ് ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലേ? അതൊക്കെ ഓരോ ആൾക്കാരുടെ പേഴ്സ്പെക്റ്റീവും ഓരോ കൾച്ചറിൻ്റെ പേഴ്സ്പെക്റ്റീവും ഒക്കെ വെച്ചാണ് അവരത് ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഫിൽറ്റർ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. പോസിറ്റീവായിട്ട് എപ്പോഴും ഇരിക്കാൻ ശ്രമിക്കുക, എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ എല്ലാ ആൾക്കാരോടും നല്ല കൈൻഡായിട്ടും അതേപോലെ അവരെ റെസ്പെക്റ്റ് ചെയ്യാനും, ഓരോ ഇൻഡിവിജ്വലും എന്തും ആയിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാനും പഠിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളെ ജീവിതത്തിലേക്കും നമ്മൾ
കുട്ടീനെ എപ്പോഴും അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കൂടുതൽ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ജീവിതം നമുക്ക് മാറ്റിമറിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊക്കെ ഒന്ന് കേട്ടിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കി നോക്കുക. അതേപോലെ എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പാഷൻ, അല്ലെങ്കിൽ എന്താവണം നിങ്ങൾക്ക് എന്നുള്ള ആ ഒരു ചിന്തയൊക്കെ ഒന്ന് സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഒരു ആക്ഷൻ പ്ലാനൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. അതിനൊരു സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.